5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പാറു, പാറു, പാർവതി, പാറു, പ്രിയ, പാറു, പാർവതി, പാറു, സാർ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കണം. ഇവിടെ എവിടെ ആശുപത്രി അറിയില്ല, ആരോടെങ്കിലും ചോദിക്കാം. സാറ് പിടിക്ക. പ്രിയ വേഗമാ. പാർവതി കണ്ണൂർക്ക്, പാർവതി, പാർവതി ഒന്ന് കണ്ണൂർക്ക്. പ്രിയ പാർവതിക്കൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? പാർവതി ഒന്ന് കണ്ണൂർക്ക്. ഉത്സവം കഴിഞ്ഞിട്ട് നിന്റെ മുന്നിൽ എന്റെ മനസ്സ് ഓർക്കാൻ ഇരിക്കായിരുന്നു ഞാൻ. നിന്നെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് നിന്റെ അച്ഛനോട് പറയാനിരിക്കായിരുന്നു ഞാൻ. പ്രിയ, എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സിൽ കയറി പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് വേറെ ആരുമല്ല, ഈ പാർവതിയാ. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇവളാ പ്രിയ. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഈ പാർവതിയാ. പ്രിയ, എന്റെ പാർവതിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ പാർവതിയെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്റെ പാർവതിയെ രക്ഷിക്കണം. വാ വാ. ഈ കമ്പനി എനിക്ക് കാശ് സമ്പാദിക്കാനുള്ള വെറും ഒരു സ്ഥാപനമല്ല. എന്റെ ചോരയും നീരും ഒക്കെ ഇതാ. ഇതെന്റെ ജീവന്റെ ഭാഗമാണ്. ഒരു കോട്ടവും വരുത്താതെ നിങ്ങൾ ഇത് നോക്കി നടത്തുമെന്ന വിശ്വാസത്തില ഈ സ്ഥാപനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷേ ആ വിശ്വാസം നിങ്ങൾ തകർത്ത് കളഞ്ഞു. 12 വർഷമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലയന്റ് നമ്മളെ വിട്ട് മറ്റൊരു സ്ഥാപനം തേടിപ്പോയി. കരുണാകരൻ എന്താ അവരോട് പറഞ്ഞത്? മതിയായ ലേബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സമയത്തിന് ലോഡ് അയക്കാൻ കഴിയില്ലെന്ന് അല്ലേ? വെറും 10 ലേബേഴ്സിനെ വെച്ച് തുടങ്ങിയ കമ്പനിയായത്. കരുണാകരൻ അത് മറന്നുപോയോ? ആ 10 പേരെ വെച്ച് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തയ്യൽ മെഷീനിൽ ഇരുന്ന് തയ്ച്ചത്, സമയത്ത് ഡെലിവറി കൊടുത്തത്, അതെല്ലാം കരുണാകരൻ മറന്നുപോയോ? നിങ്ങളെ പ്രൊഡക്ഷൻ ചീഫായി വെച്ചത് എക്സ്ക്യൂസസ് പറഞ്ഞ് ഡെലിവറി കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല. കൃത്യസമയത്ത് ഡെലിവറി കൊടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായാൽ നിങ്ങൾ ആ പ്രശ്നം സോൾവ് ചെയ്യണം. ആ ക്ലയന്റിനെ നിലനിർത്തണം. മെഷീനിൽ നിന്ന് തയ്ക്കണമെങ്കിൽ അതും ചെയ്യണം. അതാണ് പ്രൊഡക്ഷൻ ചീഫിന്റെ ജോലി. കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ബിസിനസിനെ ബാധിക്കാതെ നോക്കേണ്ടത് ഒരു പ്രൊഡക്ഷൻ ചീഫിന്റെ ഉത്തരവാദിത്വമാണ്. 3 ബ്ലോക്കുകളിലായി 100ഓളം ലേബേഴ്സ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങളെന്താ ക്ലയന്റിനോട് പറഞ്ഞത്? ലേബർ ഇഷ്യൂ എന്നല്ലേ? നഷ്ടപ്പെട്ടതൊരു ക്ലയന്റ് അല്ല, ഈ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനാ. സാർ, ഞാൻ തുറന്നു പറയുന്നുണ്ട്, സാറൊന്നും വിചാരിക്കരുത്. ഇവിടുത്തെ രേഖകളിൽ മാത്രമാണ് ഞാനിപ്പോ പ്രൊഡക്ഷൻ ചീഫ്. പക്ഷേ ഫലത്തിൽ ഞാനല്ല ഇപ്പൊ ഇവിടുത്തെ പ്രൊഡക്ഷൻ ചീഫ്. വാട്ട് യു മീൻ?
എനിക്ക് പവർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഡെലിവറി പോലും മുടങ്ങിയിട്ടില്ല, ഒരു ക്ലയന്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ലേബേഴ്സിനെ കൊണ്ട് എങ്ങനെ ജോലി ഏൽപ്പിക്കണമെന്ന് എനിക്കറിയായിരുന്നു. എത്ര പേര് നൈറ്റ് ഷിഫ്റ്റ് എടുക്കണം, ആര് ഏതൊക്കെ സെക്ഷനിൽ ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ഞാനാ. ഞാൻ പറഞ്ഞത് ആരും എതിർത്തിരുന്നില്ല, എതിർക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ റിസൾട്ടും ലഭിച്ചിരുന്നു. പക്ഷേ കൈലാഷ് സാർ എന്റെ അധികാരം വെട്ടിച്ചുരുക്കി പ്രിയന് കൂടുതൽ അധികാരം കൊടുത്തോടെ ഞാൻ പറയുന്നത് ആരും കേൾക്കാതായി. കരുണാകരൻ എന്താ പറഞ്ഞത്? കൈലാഷ് കരുണാകരന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി പ്രിയന് കൂടുതൽ അധികാരങ്ങൾ നൽകിയെന്നോ? അതെ സാറേ. അതിനുശേഷം ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രിയനായിട്ട് മാറി. അതോടെ ഇവിടുത്തെ അച്ചടക്കം നഷ്ടപ്പെടുകയും ചെയ്തു, കാര്യങ്ങളൊക്കെ തകടം മറിയുകയും ചെയ്തു. ഇനി ഈ കമ്പനിയിൽ പുതുതായി ആരെ ജോലിക്ക് എടുക്കുമ്പോഴും നിലവിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സ് ലീവ് ആവശ്യപ്പെട്ടാലും കരുണാകരൻ സാർ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പാടില്ല. പ്രിയനോട് കൂടി ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ലേബേഴ്സിന്റെ കാര്യത്തിൽ കരുണാകരൻ സാറിനോട് ചോദിക്കാതെ ഉചിതമായ തീരുമാനം എടുക്കാനുള്ള അധികാരം ഞാൻ പ്രിയന് നൽകുക. 4-5 പേർ ഒരുമിച്ച് ലീവ് എടുക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു. ഒരു ബ്ലോക്കിലുള്ള 5 പേര് ഒരുമിച്ച് ലീവ് എടുത്താ അത് പ്രൊഡക്ഷനെ ബാധിക്കുന്നു പ്രിയനെ അറിയാൻ പാടില്ലല്ലോ. എന്നിട്ടും അവൻ മോഹനെയും ജയന്തിയെയും സൗന്ദര്യയും പാർവതിയെയും കൂട്ടി നാട്ടിലേക്ക് പോയിരിക്കുക ഉത്സവം കൂടാൻ. എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. പ്രിയൻ കൂടെയുള്ള സ്ഥിതിക്ക് എന്നോട് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല അവർക്ക്. ആ ടീമിന്റെ ലീഡർ ആരാണെന്നറിയോ സാറിന്? കൈലാഷ് സാർ. ഇതൊക്കെ എനിക്ക് ക്ലയന്റിനോട് പറയാൻ കഴിയുമോ സാറേ? PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു നാഥനുള്ള കളരിയാണെന്ന് അവർ കരുതില്ലേ സാർ? അതുകൊണ്ടാ സാറേ ഞാൻ അവരുടെ ലേബർ ഇഷ്യൂ എന്ന് പറഞ്ഞത്. കരുണാകരൻ സാറിന് മാത്രമല്ല സാർ, പ്രിയന് ഇപ്പം എന്നെ ഒരു വിലയൊന്നുമില്ല. അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചകൾ ഉണ്ടായാൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. കൈലാഷ് സപ്പോർട്ട് ചെയ്യണോണ്ട് അവൻ എന്നോട് വഴക്കിന് വരും. ഗുഡ്സ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ചെക്ക് ചെയ്ത് അപ്രൂവൽ കൊടുക്കണം. അതിനുശേഷമേ അത് ഹാർബറിലേക്ക് അയക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ചെക്ക് ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. സൈൻ ചെയ്യുന്നത് പ്രിയനാ. അവനിവിടുത്തെ സൂപ്പർവൈസർ അല്ലേ, അവനാണോ ഇത് ചെയ്യേണ്ടത്? പക്ഷേ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. എല്ലാം കൈലാഷിൻ്റെ തീരുമാനമല്ലേ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കൈലാഷിൻ്റെ കീഴിലല്ല, പ്രിയൻ്റെ കീഴിലാണ് കരുണാകരൻ സാറും ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഈ കാര്യം പലതവണ അങ്കിളിനെ അറിയിക്കാൻ ഒരുങ്ങിയതാ. പക്ഷെ അത് കൈലാഷിനെ കുറ്റം പറയുന്ന പോലെ ആവില്ലേ, അതുകൊണ്ടാണ് മടിച്ചത്. സാറ് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇപ്പൊ നമുക്ക് ഒരു ക്ലയന്റിനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കാര്യങ്ങളുടെ ബുക്ക് ഇതുപോലെയാണെങ്കിൽ അത് സാറ് ചോരയും നീരും കൊടുത്തു വളർത്തിയ ഈ സ്ഥാപനത്തെ ഇല്ലാണ്ടാക്കും.